2000 കിലോഗ്രാം പേലോഡിറ്റ് ഒരു ഓഫ് റോഡ് ടെസ്റ്റിന് പോയി കഴിഞ്ഞാലോ അടിപൊളിയായിരിക്കില്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ്. അതായത് ടാറ്റ മോട്ടോഴ്സ് ഏറ്റവും പുതുതായിട്ട് വാഹന വിപണിയിലേക്ക് അവതരിപ്പിച്ച ടാറ്റ യോധ 2.0 ആണ് എൻ്റെ വലതുമായിട്ട് നിൽക്കുന്നത്. അവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം കളറാണ് കേട്ടോ. അപ്പോൾ അത് ആദ്യം പറഞ്ഞതാണ്. അപ്പോൾ ഇതിലൊരാളിട്ട് നമ്മളൊരു ഓഫ് റോഡ് ടെസ്റ്റിന് പോകണം. അതായത് 2000 കിലോഗ്രാം ബാക്കിൽ ലോഡ് കയറ്റിയിട്ട് ഒരു ഓഫ് റോഡ് ടെസ്റ്റ്. അതിൻ്റെ വിശേഷങ്ങൾ കാണാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് ടാറ്റ യോധ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം കളറാണ്. പിന്നെ ഇയാൾ കുറച്ച് ഉയരത്തിൽ നിൽക്കുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബ്ലൂ വണ്ണിനെയാണ്. കാരണം നമ്മൾ ഓഫ് റോഡ് പോകുന്നതും ബ്ലൂ വണ്ണിട്ടാണ്. അപ്പം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റ യോധയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിളുകളിൽ 2000 കിലോഗ്രാം അതായത് 210 പേലോഡ് കപ്പാസിറ്റിയുള്ള ആദ്യത്തെ വാഹനമാണ്. അതായത് മിടുമിടുക്കനാണ് ടാറ്റ യോധ എന്ന് പറയാം. അതാണ് ടാറ്റ യോധയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു പിക്കപ്പാണ്. ഇതിനകത്തൊരു ക്രൂ ക്യാബിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ക്രൂവിനും കൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന ക്യാബിൻ ആ വാഹനത്തിനകത്തുണ്ട് എന്നാണ് അർത്ഥം. അതായത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 ഡോറാണ്. അതായത് സിംഗിൾ ക്യാബിൻ, ബാക്കിലും കൂടി ഒരു ക്യാബിൻ വരും. അതായത് ക്രൂ ക്യാബിനിലേക്ക് വരുമ്പോൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അത് നമ്മൾ ശരിക്കും നമ്മുടെ നേരത്തെ ഇവൻറ്റിൻ്റെ വീഡിയോ കണ്ടവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. അല്ലാത്തവർ ആ ഇവൻറ്റിൻ്റെ വീഡിയോ ഒന്ന് കാണാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രസൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അടിപൊളി ലുക്കല്ലേ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റോഡ് പ്രസൻസ് ഉള്ളൊരു മോഡൽ. ആ ഒരു സ്റ്റൈലുകളൊക്കെ നല്ല മനോഹരമാണ്. ഈ ഒരു ക്രോം ബാഡ്ജിങ്, അതുപോലെ തന്നെ ടാറ്റയുടെ ലോഗോ ഒക്കെ നല്ലൊരു പ്രസൻസ് ഈ വാഹനത്തിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രിപ്പ് അത് രാത്രിയിൽ നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണും. അതായത് ഹെഡ് ലാമ്പിന് വിളിച്ചൊക്കെ തട്ടുന്ന സമയത്ത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ കാണാം. അതുപോലെ ഇവിടെ നമുക്കൊരു സി ഷേപ്പ്ഡ് ഓർണമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഒരു റിഫ്ലക്ഷൻ യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ ലൈനുകളും കട്ടിങ് എഡ്ജും കാര്യങ്ങളും അതുപോലെ തന്നെ ആ ബമ്പറിൻ്റെ ഡിസൈനും എല്ലാം തന്നെ കുറച്ചും കൂടി ഒരു സ്റ്റാൻഡിലോൺ അല്ലെങ്കിൽ ഭയങ്കര റോഡ് പ്രസൻസ് ഉള്ള കുറച്ചും കൂടി ഒരു ഗാംഭീര്യമുള്ള വാഹനം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് ടാറ്റ യോധനെ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറയാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ് പേലോഡാണ് എന്നാണ് പറയാം. അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ 16 ഇഞ്ച് ടയറുകളെ കാണാം. അതുപോലെ തന്നെ 210 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വാഹനത്തിനകത്തുണ്ട്. ഒരു പുതിയ ഫെൻഡർ ഡിസൈനാട്ടോ ഈ വാഹനത്തിനകത്ത് വന്നുള്ളത്. അത് നമ്മളിതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റ്, അതൊരു ബ്ലാക്ക് ഫിനിഷ്ഡ് ഭാഗം. അതുപോലെ തന്നെ യോധ 2.0 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ബോൾഡായിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിറർ, അത് ഇലക്ട്രോണിക്കലി കൺട്രോളൊന്നുമല്ല. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത് ഒരിക്കൽ കൂടി എടുത്ത് പറയുന്നു 210 മില്ലിമീറ്ററാണ്. അതിൽ കയറാനൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഈ 210 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ വാഹനം വാങ്ങുന്നവർക്ക് എങ്ങനെ സഹായകരമാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മൾ ഓഫ് റോഡ് ടെസ്റ്റ് കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. ഏത് ടെറയിലേക്കും അനായാസേന കയറി ചെല്ലാൻ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും അതുപോലെ തന്നെ ഈ ഒരു വീലും നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ശരിക്കും നമ്മളൊരു ഇത്തരത്തിലൊരു വാഹനം എടുക്കുമ്പോൾ, ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം, ഒന്ന് നമ്മൾ എത്രമാത്രം പേലോഡ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് എവിടേക്കും കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. മൂന്നാമത്തെ കാര്യം എത്രമാത്രം നമുക്ക് മെയിൻ്റനൻസ് വരുന്നു, അതുപോലെ തന്നെ മൈലേജ് എത്ര കിട്ടുന്നു, അതുപോലെ എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ തുടങ്ങിയിട്ടുള്ള അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ പേലോഡ് ഏരിയ എന്ന് പറയുന്നത്. പേലോഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വാഹനത്തിനകത്ത് എത്ര വെയിറ്റ് കൊള്ളും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ബ്ലൂ ബോക്സുകളായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ 2000 കിലോഗ്രാം സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ പേലോഡ് കപ്പാസിറ്റി എത്രയാണ് അതിനെ മുഴുവനും ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ പിക്കപ്പൊക്കെ ഓപ്പൺ ചെയ്യുന്നറിയല്ലോ. ഇത് സിമെൻറ്റ് ചാക്കാണ്, സിമെൻറ്റും കൂടി ഉണ്ടോ ഇവ കൈവലാക്കേണ്ട വിചാരിച്ചിട്ട് വേഗം ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിനിവിടെ നമുക്ക് ടാറ്റയുടെ ഒരു മോണോഗ്രാം കൊടുത്തിട്ടുണ്ട്. യോധ 2.0 എന്ന് പറയുന്നൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ടെയിൽ ലാമ്പ് യൂണിറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചാണ്. ഇനി നമ്മൾ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ എഞ്ചിൻ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഞാനത് ഓപ്പൺ ആക്കി കഷ്ടപ്പെടുന്നില്ല. ഫ്രണ്ടിലാണ് അത് ഓപ്പൺ ആക്കുക. സാധാരണഗതിയിൽ ബോണറ്റ് ഓപ്പൺ ആക്കുന്ന പോലെ തന്നെ ഒരു 2.2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് യോധ 2.0 വന്നിട്ടുള്ളത്. 2.0 ടാറ്റയുടെ എഞ്ചിൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലിന് ഓർമ്മ വരുന്നുണ്ടോ? യെസ്, ടാറ്റ സഫാരി. ടാറ്റ സഫാരിയിലുള്ള അതേ എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിനകത്ത്. പക്ഷേ ട്യൂണിങ് വ്യത്യാസമുണ്ട്. ഒരു 100 HP പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 250 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നല്ല ഫിഗർ അല്ലേ? 100 HP 250 Nm ടോർക്ക്. നല്ല അത്യാവശ്യം നല്ല ടോർക്ക് ആയിട്ടുള്ളൊരു മെഷീനാണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, നല്ല ടോർക്ക്, 2000 കിലോഗ്രാം വെയിറ്റ്. ബിസിനസ്സുകാർക്ക് വേറെ എന്ത് വേണമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇതാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ. അപ്പം ഒരു ടാറ്റ സഫാരി നമുക്ക് ഫ്രണ്ടിലുണ്ട്. ഇതിന് ബാക്കിൽ 2000 കിലോഗ്രാം എന്ന് പറയുന്ന സമയത്ത് ഒരു 2000 കിലോഗ്രാം ടാറ്റ സഫാരിയുടെ വെയിറ്റാണ്. അപ്പോൾ വേറൊരു ടാറ്റ സഫാരി ബാക്കിലുണ്ട്. അപ്പോൾ ബാക്കിലിരുന്നിട്ട് നമ്മളൊരു ടാറ്റ സഫാരി പുൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫ്രണ്ടിലിരുന്നിട്ട് വേറൊരു ടാറ്റ സഫാരി നമ്മൾ പുൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു മെഷീനാണ് നമ്മൾ ഓഫ് റോഡിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നതാണ്. അപ്പോൾ എഞ്ചിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻറ്റീരിയറാണ്. അപ്പോൾ ഇൻറ്റീരിയറിലേക്ക് വന്നപ്പോൾ വീണ്ടും നമ്മൾ ബ്ലൂ കളറിലേക്ക് വന്നിട്ട് ഇൻറ്റീരിയറിനെ വിശദമായിട്ട് പരിചയപ്പെടാം. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് മിററിൻ്റെ കൺട്രോള് മാനുവലാണ്.
നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യുന്ന തരത്തിൽ, അതുപോലെ തന്നെ ഡോർ ലോക്ക് അൺലോക്കുകൾ ക്രമീകരിച്ചിട്ട് ലോക്ക് ചെയ്യുന്ന എങ്ങനെ കേട്ടോ ലോക്കായി അൺലോക്ക്. അപ്പോൾ ഇവിടെ ഒരു ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ട് നമുക്ക് പിടിക്കാനും അതുപോലെ തുറക്കാനും മറ്റൊരു സൗകര്യത്തിനൊക്കെ വേണ്ടിയിട്ട്. സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെതർ മെറ്റീരിയൽ ആയിട്ടാണ് പൂർണ്ണമായിട്ടും മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഹാൻഡ് ബ്രേക്കിനെ കൊടുത്തുള്ളത് ഈ ഒരു ഭാഗത്താണ്, അതായത് റൈറ്റ് സൈഡിനെ ഫോക്കസ് ചെയ്തിട്ടാണ്, ലെഫ്റ്റ് സൈഡിനല്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് വീൽ കാണാം, ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, ഇതാണ് ഹോൺ വരുന്നത്. ക്യാബിൻ സീറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ശരിക്കും പറഞ്ഞാൽ രണ്ടാൾക്കൊക്കെ വേണമെങ്കിൽ ഇരിക്കാമല്ലേ, കുറച്ചുകൂടി ആ ഭാഗം കുറച്ചുകൂടി വലിയൊരു സീറ്റായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഡ്രൈവറുടെ സീറ്റ് സെപ്പറേറ്റും, അപ്പോൾ ഡ്രൈവർക്കൊരു ഇൻ്റർഫിയറൻസ് വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പെഡൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. സ്റ്റെപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് അനായാസേന കയറി ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ്. കൊള്ളാം. സ്റ്റിയറിംഗ് വീല് കുറച്ചും കൂടി ഒരു കാറിലേക്ക് സ്റ്റിയറിംഗ് വീൽ പറയും. അപ്പോൾ നേരത്തെ നമ്മൾ V20 നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഫ്ലാറ്റൻ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു രീതി നമുക്ക് കാണാമായിരുന്നു. അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യാസം എനിക്ക് തോന്നി. അതുപോലെ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. അനലോഗ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതിൻ്റെ നടുവിലൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, അതും നല്ല രസമുണ്ടല്ലോ നമ്മളൊരു കാറിലൊക്കെ കണ്ടതുപോലെ തന്നെ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എക്കോ മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. എക്കോ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, മൈലേജ് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡാണ്. അപ്പോൾ എക്കോ മോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഹൈവേയിലൂടെയൊക്കെ ക്രൂസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് എക്കോ മോഡ് ഇടാം. എക്കോ മോഡും ഇട്ടിട്ട് നമുക്കൊന്നൊരു ഓഫ് റോഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ബ്രേക്കിങ്ങും ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ അതൊന്ന് നോക്കണം, അതിൻ്റെ വ്യത്യാസം എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ അതുപോലെ തന്നെ AC വെൻറ്റ്, അതൊരു വലിയ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു, കൊമേഴ്ഷ്യൽ വെഹിക്കിളുകൾ ഉപയോഗിക്കുന്ന ആളുകളും AC ആവശ്യമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AC നല്ലൊരു ടോക്കിംഗ് പോയിൻ്റാണ്. ഈ വാഹനത്തിനകത്ത് AC വന്നിട്ടുണ്ട് യോധയ്ക്കകത്ത്, നല്ലതല്ലേ. ഇനി ഇതിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻറ്റുകൾ കാണാം. ഇവിടെ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം വെക്കാനുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഒരു മ്യൂസിക് സിസ്റ്റം ഇവിടെ വെക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ACയുടെ കൺട്രോളുകൾ താഴെ കാണാം. ഒരു മാനുവൽ ട്രാൻസ്മിഷൻ, 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്, അതായത് 5+1. നമ്മളെ ഗിയർ ചേഞ്ച് ഇൻഡിക്കേറ്റർ ഈ വാഹനത്തിനകത്ത് കേട്ടോ, അതായത് ഗിയറിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം. അതുപോലെ ഇവിടെ നമുക്കൊരു 5 വോൾട്ട് ചാർജിങ് പോർട്ട്, നമുക്കൊരു മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ നമ്മളൊരു A ടൈപ്പ് ചാർജിങ് പോർട്ട്. അതുപോലെ ഇവിടെ ഗ്ലോ ബോക്സ് കാണാം, നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഡാഷ്ബോർഡാണ്. നമുക്കത് ലോക്ക് ചെയ്യാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് റബ്ബറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ ഉരഞ്ഞിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചൊരു ഗ്രിപ്പും അതുപോലെ തന്നെ കുറച്ചൊരു പരിധിവരെ സൗണ്ടിനെയും അത് കുറക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഗ്രേഡബിലിറ്റി, അതായത് ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം എത്ര ടിൽട്ടായിട്ട് നിൽക്കും എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 30 ഡിഗ്രി വരെ ചെരിച്ചുകൊണ്ട് ഈ വാഹനത്തെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. 30 ഡിഗ്രി ചെരിക്കാം. വേറൊരു കാര്യം ഇതിൻ്റെ പ്രൈസ് പോയിൻ്റാണ്. 8,67,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. നല്ല പ്രൈസിങ് അല്ലേ. 2.2 ലിറ്റർ എഞ്ചിനാണ്, 2000 കിലോഗ്രാം വരെ പേലോഡ് കൊണ്ടുപോകാൻ പറ്റും. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക്, ബാക്കിൽ ഡ്രം ബ്രേക്കാണ്, ഞാൻ പറയാൻ വിട്ടുപോയി. ലീഫ് സസ്പെൻഷനാണ്. ലീഫ് സസ്പെൻഷൻ ആകുമ്പോഴുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട് നല്ല സസ്പെൻഷൻ, അടിപൊളി സസ്പെൻഷൻ. അപ്പോൾ 2000 കിലോഗ്രാം ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര റിജിഡായിട്ടുള്ളൊരു സസ്പെൻഷൻ്റെ ഫീൽ നമുക്ക് കിട്ടും. വെയിറ്റ് കുറച്ച് കുറവാണെങ്കിൽ ചെറിയൊരു ബബ്ലി ഫീൽ കിട്ടും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വെയിറ്റ് ഉള്ളതാണ് ശരിക്കും ആ സസ്പെൻഷൻ നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഫ് സസ്പെൻഷൻ സ്വാഭാവികമായിട്ടും ഇതൊരു ലോഡ് കൊണ്ടുപോകുന്ന വണ്ടിയാണല്ലോ. ലോഡ് കുറഞ്ഞ ഓടൽ വളരെ കുറവായിരിക്കും, അല്ലാതെ ഓടുന്നവരുണ്ടായിരിക്കും. വേറൊരു കാര്യം, അപ്പോൾ ലോഡ് കൊണ്ടുപോകുന്ന കാര്യം അല്ലാതെ കൊണ്ടുപോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ലെതറാണ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല ഹെഡ് റൂം ഉണ്ട്, അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. കുറച്ചൊരു പ്രീമിയം ഫീൽ കിട്ടുന്നില്ലേ? അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു കല്യാണത്തിനും ഇതിൽ പോകാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ക്രൂ ക്യാബിനൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിയുടെ ബാക്കിൽ എടുത്തിട്ട് പോകുന്നതിന് ഒരു കുഴപ്പമില്ല. ക്രൂ ക്യാബ് അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ബാക്കിലും ഒരു റോ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് യോധ എന്ന് പറയുന്ന മോഡലിനെ ചുറ്റിലും നടന്ന് പറയുന്ന സമയത്ത് പരിചയപ്പെടാനുള്ളത്. ഇനി നമുക്ക് ഇതിട്ടൊന്ന് ഓഫ് റോഡ് പോകാം. റോഡിൽ ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള ടെറൈനുകളിലാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം. അപ്പോളേ നമ്മൾ ടാറ്റ യോധേനെ എടുത്തിട്ട്, അതായത് ടാറ്റ യോധ 2.0 ഏറ്റവും പുതിയ ടാറ്റ യോധേനെ എടുത്തിട്ട് നമ്മൾ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ പോകും. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ മാനുവറബിലിറ്റിയാണ്, അതായത് എങ്ങനെ വളച്ചൊടിച്ചെടുക്കാൻ നമ്മളെ കൊണ്ട് സഹായിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ടൺ വെയിറ്റ് ഇപ്പോൾ നമ്മൾ വാഹനത്തിനകത്തുണ്ട്, അതായത് 2000 കിലോഗ്രാം വെയിറ്റുമായിട്ടാണ് നമ്മൾ ഈ ടേൺ ചെയ്യുന്നത്. അപ്പം ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ട്രാക്കിലൂടെയാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. നമ്മുടെ കൂടെ സുമിത് സാറുണ്ട്. സുമിത് സാർ എന്നാണ് നമ്മുടെ ഇൻസ്ട്രക്ടർ ഇന്ന് ഓഫ് റോഡിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പം റെഡി, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അടിപൊളി സംഭവം. ഈ ഗ്യാപ്പ് കൂടി നമ്മൾ അടിപൊളിയായിട്ട് ഓടിച്ചെടുക്കുന്നുണ്ട്. ആഹാ, നൈസ്. സ്റ്റിയറിംഗ് വീലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടൈറ്റ് അല്ല കേട്ടോ. അതായത് 2000 കിലോഗ്രാം വെച്ചിട്ട് ഓടിക്കുമ്പോഴും നമുക്ക് സിമ്പിളായിട്ട് ഇത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ, നമ്മൾ ഈസി ആയിട്ട് ആ ഒരു ഏരിയ കവർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. നൈസ് സ്റ്റിയറിംഗ്. വലിയൊരു വെഹിക്കിളാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പം ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലാണ്, മെക്കാനിക്കൽ അല്ല, ഇലക്ട്രോണിക് പാർട്ടൊന്നുമില്ല.
ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീല് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇടയിലൂടെ ഓടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി നമ്മളിവിടെ യൂ ടേൺ ഇട്ടിട്ട് ബ്രേക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേണിംഗ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ 6.25 മീറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പം ചെങ്കുത്തായിട്ടുള്ള വഴികളിലൂടെയും അതുപോലെ തന്നെ അതായത് ഭയങ്കര കർവി ആയിട്ടുള്ള ഏരിയയിലൂടെ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഈ വാഹനത്തെ. സോ നമ്മൾ ഭയങ്കര സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. റെഡി? ഈക്കോ മോഡിലാണേ. 2000 കിലോമീറ്റർ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിർത്തി. ശരിക്കും ഈ ഒരു വാഹനത്തിനകത്ത് ABS ഇല്ല. പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്ക് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹാൻഡി ആയിട്ട് നമുക്ക് വാഹനം കൊടുത്ത് നിർത്താനും കോൺഫിഡൻ്റ് ആയിട്ട് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാനും പറ്റുന്നുണ്ട്. സഡൻ ബ്രേക്ക് ആട്ടോ. ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ വണ്ടി മൊത്തം പൊടി പിടിച്ചു. സഡൻ ബ്രേക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി. നല്ല ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ നല്ല ആക്സിലറേഷനും. സോ ഇനി ഇതേ ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്ത എക്കോ മോഡിലായിരുന്നു. അതേ സാധനത്തിന് നമ്മൾ നോർമൽ മോഡിൽ ടെസ്റ്റ് ചെയ്യാൻ പോകണം. റെഡി? നൈസ്, കൊള്ളാം. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ നമ്മളൊരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഇതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ പോവുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനാണ്. അതായത് റിജിഡായിട്ടുള്ള സസ്പെൻഷൻ, അത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. മൂന്നാമത്തൊരു കാര്യം മാനുവറബിലിറ്റി, അതായത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ പോകുന്ന സമയത്ത് ഇത് എങ്ങനെ ബാലൻസ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ റോഡിലൊന്ന് കയറി വെക്കാം. 210 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറാൻ പോകണേ. റെഡി? യെസ്. ഓ, അടിപൊളി. വെയിറ്റ് വെച്ചിട്ട് നല്ല നൈസായിട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ടോർക്ക് നല്ല അടിപൊളിയാട്ടോ. കാരണം വെച്ചാൽ ക്ലച്ച് എടുക്കുമ്പോഴേ തന്നെ വണ്ടി മൂവ് ആയി പോകുന്നുണ്ട് ഈ ഒരു മോശം സിറ്റുവേഷനിലും. അടിപൊളി. 2000 കിലോമീറ്ററാണ് ഈ കളി കളിക്കുന്നത്. അടിപൊളി, നൈസ്. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ 2000 കിലോ വെച്ചിട്ട് കയറ്റം കയറാൻ പോകണം. എൻ്റെ മുന്നിലൊരു കയറ്റമുണ്ട്. ആ കയറ്റം ഒന്ന് കയറി നോക്കണം എങ്ങനെയാണെന്നുള്ളത്. റെഡി? 1 2 3 സ്റ്റാർട്ട്. എടാ സിമ്പിൾ. സോ സിംപിളി നല്ല നൈസായിട്ട് കയറി വന്നു. അതായത് പുട്ടുപോലെ എന്ന് പറയില്ലേ, 2000 കിലോഗ്രാം ബാക്കിലുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു റിസ്ക്കും ഞാൻ ഫീൽ ചെയ്തില്ല. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഗിയറിൽ ആക്സലറേഷൻ കൊടുത്ത് മുന്നോട്ടെടുത്തു, ഈസി ആയിട്ട് കയറി വന്നു. അടിപൊളി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇറക്കമാണ്. അതായത് ഇറങ്ങുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് പതുക്കെയാണ് നമ്മൾ ഇറക്കാൻ പോകുന്നത്. റെഡി? അടിപൊളി. നല്ലൊരു ഫീലുണ്ട് മറ്റേ ഇറങ്ങി വരുമ്പോൾ. ഉള്ള സംഭവം, അതായത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2000 കിലോഗ്രാം വെച്ചിട്ട് എന്ത് കളി നമുക്ക് ഇതുമ്പോൾ കളിക്കാം. കയറ്റം കയറി പോവാം, കട്ട് റോട്ടിലൂടെ പോവാം, മോശം റോട്ടിലൂടെ പോവാം, ഒക്കെ ചെയ്യാം. ഇനിയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ടെസ്റ്റാണ് വാട്ടർ വേഡി. വെള്ളത്തിലൂടെ പോകുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഫീലാണ് നമ്മൾ ഇനി ആസ്വദിക്കാൻ പോകുന്നത്. ഓക്കെ, വെള്ളത്തിലൂടെ ഇറങ്ങാൻ പോവാണ്. റെഡി? വെള്ളത്തിലൂടെ ഇറക്കുന്ന സമയത്ത് നമ്മളെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. ഇതൊക്കെ സിമ്പിൾ സാധനം പോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ വെള്ളത്തിലൂടെ ഇറങ്ങുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ്, രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട്. ഒരു പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ലൈഫ് ടൈം ലൂബ്രിക്കേറ്റ് ആണ്. അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് പിന്നെ ലൂബ്രിക്കേറ്റിനെ ഫില്ല് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വെള്ളത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഒന്നും ആ ഒരു കാര്യത്തിന്, അതായത് പ്രൊപ്പല്ലർ ഷാഫ്റ്റിന് വലിയ കംപ്ലയിൻസ് ഒന്നും വരില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അത് ശരിക്കും മണി സേവിങ് ആണ് ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ നോക്കുന്ന സമയത്ത്. അടിപൊളി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2000 കിലോ ആയിട്ടുള്ള യോധയുമായിട്ട് നമ്മളൊരു ഹില്ല് കയറാൻ പോകണം, അതായത് ഒരു മല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടോർക്ക് തന്നെയാണ്, രണ്ടാമത്തെ ഇതിൻ്റെ ഗ്രേഡബിലിറ്റി 30% ആണ് ഇതിൻ്റെ ഗ്രേഡബിലിറ്റി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ, ഇതൊക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Now don't stop and keep moving. Keep going. Yes. Slips here, then it's very difficult to start. Yes. നമ്മൾ സിമ്പിളായിട്ട് സ്ലിപ്പറി ആയിരുന്നു, പക്ഷെ നമ്മളെ കയറി വന്നു. ഇപ്പോൾ ഇവിടെ ഭയങ്കര കല്ലും മുഴകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. സ്റ്റിയറിംഗ് ശരിക്കും നമ്മളെ കയ്യിൽ നിന്ന് പോകണ പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്, പക്ഷെ പോകുന്നില്ല. കൺട്രോൾ തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ RPM കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പിടിച്ചേക്കാണ്. യെസ്,
സക്സസ്ഫുള്ളി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ ഇതാണ് കേട്ടോ. ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോകുന്നത്. നമ്മൾ ഇത്രയും ഉയരത്തിൽ എത്തിയിട്ടുണ്ട് ഓടിച്ചിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമാൻഡർ, അതായത് നമ്മൾ ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ ക്ലച്ച് അപ്പ് ചെയ്ത് ബ്രേക്ക് അപ്പ് ചെയ്ത്, അതായത് നമ്മൾ മാനുവലി ഒരു ഹിൽ ഡീസൻറ്റ് കൺട്രോളിനെയും ഒരു ABSനെയും ക്രിയേറ്റ് ചെയ്യാൻ പോകണം. സോ സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര തുറകടം പിടിച്ച സ്ഥലം കേട്ടോ. അത് സ്ലിപ്പാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കഴമുഴകളുള്ളൊരു റോഡുമാണ്. ഇതിനു വേണ്ടി അങ്ങനെ സെറ്റ് ചെയ്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ബാക്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബാക്കിൽ വേറൊരു സഫാരി വെച്ച പോലത്തെ ഒരു ഫീല്. അപ്പോൾ അത് ആ വെയിറ്റ് നമ്മളെ വണ്ടിനെ പുഷ് ചെയ്യണം. പക്ഷേ എന്നിരുന്നാലും ഭയങ്കര കൺട്രോൾഡായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മളെ കയ്യിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അതായത് പാളി പോകുന്നയോ അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് പോകുന്നയോ ഫീലുകളൊന്നും തന്നെ ഇല്ല. അത് അപ്രീഷിയേറ്റബിൾ ആയിട്ടില്ല. അത് 2000 കിലോ വെച്ചിട്ട് ഇത് നിങ്ങൾ മറക്കാൻ പാടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡ്രൈവ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഹില്ല് കയറി ഇറങ്ങിയത് അത് അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ടോ. അതായത് ഒരു ചുരം കയറി ഇറങ്ങുന്ന പോലത്തെ ഫീലൊന്നുമല്ല. അതായത് വളരെ മോശമായിട്ടുള്ളൊരു റോഡാണ്. 2000 കിലോ വെയിറ്റ് നമ്മളെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ വെഹിക്കിളിനെ കൺട്രോൾ ചെയ്ത് ഇറക്കുന്നൊരു അത് നല്ല ഫീൽ. ഇത് നമ്മളൊരു കർവ് എടുക്കാൻ പോകണം. അതായത് ഒരു കോർണർ, ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കോർണർ ഓടിച്ചു നോക്കാൻ പോകണം. കറക്റ്റ്. താങ്ക് യു. നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഓടിച്ചു എന്നുള്ളതാണ് നമ്മളെ ക്യാപ്റ്റൻ പറഞ്ഞത്. നമ്മൾ അഭിമാനിക്കുന്നു. സന്തോഷം. അപ്പോൾ ഇതാണ് നമ്മുടെ യോധയുമായിട്ടുള്ള എക്സ്പീരിയൻസ്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 250 NM ടോർക്കിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും നമുക്കിതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് എത്രമാത്രം റിയൽ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ലോഡുമായിട്ടുള്ള യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ വാഹനം നല്ല കൺട്രോളിൽ കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 2000 കിലോഗ്രാം കൊണ്ടുപോകാൻ പറ്റും. അതും ബിസിനസ്സിന് ലാഭമാണല്ലോ. ഒരു സാധാരണ വണ്ടി പോകുന്നതിൽ 1500 കിലോ പോകുന്ന അല്ലെങ്കിൽ 1000 പോകുന്ന V20 V30 ഒക്കെ എടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്കൊരു 2000 കിലോഗ്രാം ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇത്രയും മോശമായിട്ടുള്ള റോട്ടിലൂടെയും അനായാസേന കയറി പോകാൻ പറ്റും. അതാണ് ഒരു ഹൈലൈറ്റ്. അതായത് നമുക്ക് ഈസി ആയിട്ട് മാനുവർ ചെയ്ത് എത്ര മോശം റോട്ടിലൂടെയും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നി. പിന്നെ നോയ്സ് ഒന്നും അത്ര ഇല്ലട്ടോ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ എൻജിൻ എഫേർട്ട് കൂടിയതുകൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനൊക്കെ തന്നെയാണ്. അതായത് ഭയങ്കര നോയ്സ് ഒന്നല്ല കേട്ടോ. നമ്മൾ മാനുവൽ ഗിയറാണ്, അതുകൊണ്ട് RPM കൂട്ടുമ്പോൾ വരുന്നൊരു നോയ്സാണ്. ഇപ്പോൾ ഉണ്ടോ, അപ്പോൾ ഇത് ഒരു നോർമൽ ഡ്രൈവാണ്, വിൻഡോ ഓപ്പൺ ആണ്. അപ്പം അതും ഒരു നല്ല അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ AC ഉള്ള ഒരു കാര്യം നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എടുക്കുന്ന ആളുകളും ഒരു AC ഉള്ളത് നല്ലതാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടും ബിസിനസ്സിന് ലാഭം കിട്ടുന്ന ഒരു സാധനം. അതായത് കൂടുതൽ വെയിറ്റ് കൊള്ളുന്നു, കൂടുതൽ 15% എക്സ്ട്രാ മൈലേജ് കിട്ടുന്നു, ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നു, ഏത് ടെറയിലേക്കും കൊണ്ടുപോകാൻ പറ്റുന്നു, അതും വെയിറ്റ് വെച്ചിട്ട് കയറിയാലും ഒരു പ്രശ്നമില്ല എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നു. അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് യോധ നൈസല്ലേ, അടിപൊളി എന്ന് തന്നെ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു യോധയുമായിട്ടുള്ള ഓഫ് റോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫീൽ ചെയ്തതുപോലെ നിങ്ങളും ഫീൽ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ അത്രയധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ തീർച്ചയായും നമ്മളുടെ പരിമിതമായ അറിവും പരിമിതമായ ചുറ്റുപാടും വെച്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.